സംവരണ വാർഡ് നറുക്കെടുപ്പ് കഴിഞ്ഞതോടെ മുക്കം നഗരസഭയിൽ മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു. മുക്കം ടൗൺ വാർഡ് ജനറലായതോടെ നിരവധി പേരാണ് സീറ്റിൽ കണ്ണുവെച്ചിരിക്കുന്നത്. 33 ഡിവിഷനുകളുണ്ടായിരുന്ന മുക്കത്ത് വിഭജനശേഷം 34 ഡിവിഷനുകളായി ഉയർന്നിട്ടുണ്ട്. മുക്കം നഗരസഭയിൽ മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും തുടക്കമിട്ടു. വാർഡുകൾ സംബന്ധിച്ച് ധാരണയായതോടെ പലരും നിരാശയിലായെങ്കിലും നഗരസഭാ ഭരണം നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ UDFും കൂടുതൽ ശക്തി തെളിയിക്കാനായി BJPയും വെൽഫെയർ പാർട്ടിയും ഒരുക്കങ്ങൾ തകൃതിയായി തന്നെ തുടങ്ങിയിട്ടുണ്ട്. നഗരസഭയിലെ മുക്കം ടൗൺ വാർഡ് ജനറലായതോടെ നിരവധി പേരാണ് സീറ്റിൽ കണ്ണുവെച്ചിരിക്കുന്നത്. 33 ഡിവിഷനുകളുണ്ടായിരുന്ന മുക്കത്ത് വിഭജനശേഷം 34 ഡിവിഷനുകളായാണ് വർദ്ധിച്ചത്. CPI പ്രശ്നം ഇടതുമുന്നണിക്കും UDFിൽ വെൽഫെയർ പാർട്ടി വേണ്ട എന്ന ചേന്ദമംഗല്ലൂരിലെ UDF തീരുമാനം UDFിനും വെല്ലുവിളിയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. വാർഡ് 1 നടുകിൽ വനിതാ സംവരണമാണ്. തെച്ചിയാട് ജനറലും കല്ലുരുട്ടി സൗത്ത്, കല്ലുരുട്ടി നോർത്ത്, തോട്ടത്തിൻകടവ് സൗത്ത് എന്നിവ വനിതാ സംവരണങ്ങളാണ്. നെല്ലിക്കാപ്പോയിൽ വാർഡ് SC സംവരണവും നീലേശ്വരം വാർഡ് SC വനിതാ സംവരണവുമാണ്. മുത്തേരി ജനറലായപ്പോൾ തടപ്പറമ്പ് വനിതാ സംവരണമായി. നെടുമങ്ങാട് ജനറലും അഗസ്ത്യൻമൊഴി SC സംവരണവുമാണ്. മുക്കം ടൗൺ ജനറൽ കുറ്റിപ്പാല വനിത, മാമ്പറ്റ SC വനിത, കയ്യിട്ടാപ്പോയിൽ ജനറൽ എന്നിങ്ങനെയാണ് നറുക്കെടുപ്പിന് ശേഷം വന്നിട്ടുള്ളത്. കച്ചേരി, കണക്കുപറമ്പ്, മംഗലശ്ശേരി വാർഡുകൾ ജനറൽ വിഭാഗത്തിലാണ്. ചേന്ദമംഗല്ലൂർ, പുൽപ്പറമ്പ്, പൊറ്റശ്ശേരി വാർഡുകൾ വനിതാ സംവരണവും കുറ്റിയേരിമൽ, മണാശ്ശേരി ഈസ്റ്റ് വാർഡുകൾ ജനറൽ വിഭാഗത്തിനും മണാശ്ശേരി വെസ്റ്റ് SC വനിതാ സംവരണവുമാണ്. കരിയാക്കുളങ്ങരയും കയ്യേരിക്കലും വനിതാ സംവരണമായപ്പോൾ വയലക്കര, മുത്താലം, തൂങ്ങമ്പുറം, വെണ്ണക്കോട്, ഇരട്ടക്കുളങ്ങര എന്നിവ ജനറൽ വിഭാഗത്തിനാണ്. മുണ്ടുപാറ, പൂളപ്പൊയിൽ വാർഡുകൾ വനിതാ സംവരണവുമാണ്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.